Hi everyone, welcome back to my channel Angel Creations. In today's video, we will be discussing the last topics of the lesson, the Happy Prince, the topics, the sacrifice and the tragic end. We'll be also discussing the let's review and let's write questions. So let's get into the video. The sacrifice. Then the snow came. The poor little swallow grew colder and colder, but he would not leave the prince. He loved him too well. അപ്പം അങ്ങനെ മഞ്ഞ് വരാനായിട്ട് തുടങ്ങി. പക്ഷേ കുഞ്ഞിക്കിളിക്ക് എന്താണ്, തണുപ്പ് കൂടി വരുന്നുണ്ട്. പക്ഷേ ഹി വുഡ് നോട്ട് ലീവ് ദ പ്രിൻസ്. പക്ഷെ പ്രിൻസിനെ വിട്ടു പോകാനായിട്ട് തോന്നുന്നില്ല. കാരണം ഹി ലവ്ഡ് ഹിം ടു വെൽ, ഒരുപാട് സ്നേഹിച്ചിരുന്നു. He tried to keep himself warm by flapping his wings. സ്വന്തം ചിറകുകൾ അടിച്ചുകൊണ്ട്, ഫ്ലാപ്പിംഗ് മീൻസ് ടു മൂവ് ക്വിക്ക്ലി അപ്പ് ആൻഡ് ഡൗൺ, അതായത് ചിറകുകൾ ഇങ്ങനെ ഒരു സ്പീഡിൽ വേഗത്തിൽ അടിച്ചുകൊണ്ട് സ്വന്തം ബോഡീനെ, ശരീരത്തെ വാമാക്കി നിർത്താനായിട്ട് ശ്രദ്ധിച്ചു, ചൂടായിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിച്ചു. ബട്ട് അറ്റ് ലാസ്റ്റ് ഹി ന്യൂ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു ഡൈ. പക്ഷേ അറിയായിരുന്നു, കുഞ്ഞിക്കിളിക്ക് അറിയായിരുന്നു ഇതിൻ്റെ അവസാനം ഞാൻ എന്തായാലും മരിക്കുമെന്ന്. He had just strength to fly out to the prince's shoulder once more. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് കുറച്ച് സ്ട്രെങ്ത്, കുറച്ച് ആരോഗ്യം കൂടി ഉണ്ട്. എവിടം വരെ ചാടാൻ? പ്രിൻസിൻ്റെ ഷോൾഡർ, തോള് വരെയെങ്കിലും ചാടാനുള്ള ആരോഗ്യം കൂടി, അല്ലെങ്കിൽ ആവത് കൂടി നമ്മുടെ കുഞ്ഞിക്കിളിക്കുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ വേഗം അങ്ങോട്ട് ചാടിയിട്ട് പറയാണ്, ഗുഡ് ബൈ ഡിയർ പ്രിൻസ്. He murmured. Murmur means to say something in a low voice. അതായത് പിറുപിറുക്കാന്നൊക്കെ പറയില്ലേ, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ പതുങ്ങിയ സൗണ്ടിൽ ഒച്ചയെടുക്കാൻ പോലും സംസാരിക്കാൻ പോലും വയ്ക്കാം. അങ്ങനെ കുഞ്ഞിക്കിളി പറയാണ്, ഗുഡ് ബൈ ഇവിടെ പറയാണ്. I am glad that you are going to Egypt at last, little swallow, said the prince. അപ്പോൾ പ്രിൻസ് വിചാരിച്ചു ബൈ ബൈ പറഞ്ഞു പോകുന്നത് ഈജിപ്തിലേക്കാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്, നിനക്ക് അവസാനം ഈജിപ്തിലേക്ക് പോകാൻ സാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കിളി പറയാണ്, It is not to Egypt that I am going, said the swallow. ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത്. He fell down dead at his feet. അത് പറയലും എന്താണ്, കുഞ്ഞിക്കിളി രാജകുമാരൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ കാലുമിക്ക് ഇങ്ങനെ മരിച്ചു വീഴാണ്. At that moment, a curious crack sounded inside the statue, as if something had broken. അതേ ആ മൊമെൻറ്റിൽ, ആ നിമിഷത്തിൽ തന്നെ എന്തുണ്ടായി, ആ കുഞ്ഞിക്കിളി വീണ അതേ നിമിഷത്തിൽ എന്തുണ്ടായി, ഒരു ക്യൂരിയസ് ക്രാക്ക്, ഒരു വളരെ വിചിത്രമായൊരു ക്രാക്ക് ഉണ്ടായി. എവിടെയാണ്? ഇൻസൈഡ് ദ സ്റ്റാച്യൂൻ്റെ പ്രതിമയുടെ ഉള്ളിൽ ഒരു ക്രാക്ക് ഉണ്ടായി. എന്തോ പൊട്ടി, ആസ് ഇഫ് സംതിങ് ഹാഡ് ബ്രോക്കൺ, എന്തോ പൊട്ടിയ പോലെ ഒരു സൗണ്ട് ഉണ്ടായി. ദ ലെഡൻ ഹാർട്ട് ഹാഡ് സ്നാപ്ഡ് റൈറ്റ് ഇൻ ടു ടു. ഇപ്പം എന്തുണ്ടായി, ആ ലോഹം കൊണ്ടുള്ള, ലെഡ് കൊണ്ടുള്ള ഹാർട്ട് എന്തായി, രണ്ടായിട്ട് പിളർന്നു. സ്നാപ്ഡ്, to break suddenly with a sharp noise. വളരെ നല്ല ഉച്ചത്തിൽ പിളർക്കുക, അതിനെയാണ് സ്നാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. The tragic end. Early the next morning, the mayor was walking in the square below in company with the town councillors. അപ്പം പിറ്റേ ദിവസമായി ഏർലി മോർണിംഗ് ആണ്, പുലർച്ചെയാണ്. ആ സമയത്ത് മേയറിൻ്റെ കൂടെ ടൗൺ കൗൺസിലേഴ്സ്, അതായത് ആ ഓഫീസിലെ ആൾക്കാർ. മേയർ നമുക്കറിയാം അല്ലേ, ഒരു നഗരത്തിൻ്റെ മേലധികാരി, ചില കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ലീഡർ പോലെയുള്ള ഒരാൾ. നമുക്കിവിടെ അറിയാം മേയറുണ്ട് അല്ലേ, അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റു ആൾക്കാരെയാണ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സ്ക്വയർ ബിലോയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. As they passed the column, he looked up at the statue. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റാച്ചു നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, Dear me, how shabby the happy prince looks. എന്ത് ഷാബി, എന്ത് വൃത്തികേടായിട്ടാണ് നമ്മുടെ ഹാപ്പി പ്രിൻസ് കാണാനായിട്ടിരിക്കുന്നത്. He said, and here is actually a dead bird at his feet. മാത്രമല്ല എന്താണ്, അദ്ദേഹത്തിൻ്റെ കാലിൽ അവിടെ എന്തുണ്ട്, ഒരു ചത്ത കിളിയുണ്ട്. Continued the mayor. As he is no longer beautiful, he is no longer useful. അപ്പോൾ ഇപ്പോൾ കാണാൻ തീരെ ഭംഗിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ, ആ സ്റ്റാച്ചു കൊണ്ട് ഇനി നമുക്കൊരു ഉപകാരമില്ല. ഇറ്റ്സ് ടൈം വി പുൾ ഡൗൺ ദ സ്റ്റാച്ചു. ഇപ്പോൾ സമയമായിട്ടുണ്ട്, നമുക്കതിനെ വലിച്ചെറിയാൻ അല്ലെങ്കിൽ കളയാനുള്ള സമയമായിട്ടുണ്ട്. സോ ദേ പുൾ ഡൗൺ ദ സ്റ്റാച്ചു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. അങ്ങനെ അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്ചു താഴേക്ക് വലിച്ചിറക്കി. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ സ്വന്തം ജീവൻ പോലും എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോലും, എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് പോലും ഒരു സാഡ് എൻഡിങ് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്.
This is a very famous short story written by Oscar Wilde. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കിട്ടുന്നവരെല്ലാവരും ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, now let's discuss the side questions. It is not to Egypt that I am going, the swallow said. Where did the swallow go? അപ്പോൾ ഈജിപ്തിലേക്കല്ല ഞാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് swallow. പിന്നെ എവിടേക്കായിരിക്കും പോയിണ്ടാവുക? Answer is the swallow no more had the strength to fly to Egypt or anywhere else. ഈജിപ്തിലേക്ക് എന്ന് മാത്രമല്ല എവിടേക്ക് വേറെ ഒരു സ്ഥലത്തേക്കും പറക്കാനുള്ള ആരോഗ്യം സ്വാലോയ്ക്ക് ഉണ്ടായിരുന്നില്ല. 23rd question. What happened to the prince? പ്രിൻസിന് എന്താണ് സംഭവിച്ചത്? The leaden heart of the happy prince broke into two. രണ്ടായി പിളർക്കാണ് ഉണ്ടായത് അല്ലേ? Yes. 24th question. Why did the mayor decide to pull down the statue? എന്തുകൊണ്ടാണ് മേയർ സ്റ്റാച്യു താഴെ ഇറക്കാനായിട്ട് തീരുമാനിച്ചത്? The mayor decided to pull down the statue because it is no longer beautiful and hence no longer useful. കാരണം പ്രിൻസിൻ്റെ ആദ്യത്തെ സ്റ്റാച്യു എന്ന് പറയുന്നത് വളരെ ഗാംഭീര്യമുള്ള, വളരെ സ്വർണം കൊണ്ട് പൊതിഞ്ഞതൊക്കെ ഭയങ്കര ആകർഷിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഇറ്റ് ഇസ് നോ ബ്യൂട്ടിഫുൾ അല്ല, തീരെ കാണാൻ ഭംഗിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നോ ലോങ്ങർ യൂസ്ഫുൾ. അതുകൊണ്ടാണ് താഴെ ഇറക്കാനായിട്ട് തീരുമാനിച്ചത്. ഇത്രയുമാണ് നമ്മുടെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്, സൈഡ് ക്വസ്റ്റ്യൻസ്. ഇനി ലെറ്റ്സ് റിവ്യൂസ് ദ സ്റ്റോറി എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The swallow's friends had gone away to Egypt to save themselves from the approaching winter. Why do you think the swallow alone was left behind? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒപ്പീനിയൻ ചെയ്താവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, സ്വാലോൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈജിപ്തിലേക്ക് പോയി, കാരണം വിൻ്റർ വരാറായി എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി. പക്ഷേ നമ്മുടെ കുഞ്ഞിക്കിളി മാത്രം ബാക്കിയായി. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും കുഞ്ഞിക്കിളി ഒറ്റയ്ക്കായി പോയത്? ആൻസർ: The swallow alone was left behind, maybe because he was so little that he couldn't fly as quickly as his friends. ചിലപ്പോൾ ഇതായിരിക്കും കാരണം. എന്താണ്, അവൻ തീരെ കുഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സിനൊപ്പം പറന്നെത്താനായിട്ട് അവന് സാധിച്ചില്ല. അതുകൊണ്ടായിരിക്കും ഒറ്റയ്ക്കായി പോയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Sorrow was not allowed to enter palace. What picture do you get about the palace of the prince from these words? അപ്പോൾ ദുഃഖത്തിന് കണ്ണീരിന് കൊട്ടാരത്തിൽ കടക്കാൻ അനുവാദമില്ല എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ, കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പിക്ചറാണ് രാജകുമാരൻ്റെ പാലസിനെ കുറിച്ചിട്ട്, കൊട്ടാരത്തെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്? The palace of the prince would be luxurious place like any other palace. അതൊരു വളരെ ആഡംബരപൂർണ്ണമായ ഒരു സ്ഥലം തന്നെയായിരിക്കും മറ്റേതൊരു പാലസിനെ പോലെയും. It would have all the facilities one would require. ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ കാര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ദുഃഖം എന്താണെന്ന് അറിയാത്തത്. Third question. We swallows fly far too well for that. What did the swallow mean by these words? ഇപ്പോൾ സ്വാലോ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വാലകൾക്കൊക്കെ ഇത് ഭയങ്കര സിമ്പിളാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? The little swallow is so proud of his skill to fly. തൻ്റെ പറക്കാനുള്ള കഴിവിൽ ഒരുപാടധികം മാനിക്കുന്നുണ്ട് കുഞ്ഞിക്കിളി. He believes that he can overcome any hurdles. എന്ത് ബുദ്ധിമുട്ടും എന്തും തരണം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനൊരു പ്രാപ്തി കുഞ്ഞിക്കിളിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. Silly things like throwing stones on him don't bother him at all. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതിനൊക്കെ വെട്ടിച്ച് ഈ കല്ലെറിയുന്നതൊക്കെ അതിനൊക്കെ മറികടക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതൊന്നും അത്ര വലിയ കാര്യമല്ല. Fourth question. In the beginning of the story, the swallow was not ready to stay with the prince. കഥയുടെ തുടക്കത്തിലെ സ്വാലോ പ്രിൻസിനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ what change do you notice in the swallow's character as the story progresses? പക്ഷേ നമുക്കറിയാം, കഥ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ചെറിയ മാറ്റങ്ങൾ നമുക്ക് കുഞ്ഞിക്കിളിയിൽ കാണുന്നുണ്ട് ഇല്ലേ? പിക്ക് ഔട്ട് ആ ചേഞ്ചസ് എന്തൊക്കെയാണ്? Pick out sentences to support your answer. ഇത് തെളിയിക്കുന്ന സെൻറ്റൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എഴുതണം. ആൻസർ. As the story progresses, we can see a change in the character of Swallow. In the beginning, he wanted to go to Egypt, but towards the end of the story, he doesn't want to leave the prince. He became very attached to him. He loved him well.
The sentences that support the answer are I am waited for in Egypt. I will stay with you always. അപ്പോൾ സ്റ്റോറി പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സ്വാലോൻ്റെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വരുന്നത്. തുടക്കത്തിൽ ഈജിപ്തിലേക്ക് പോകണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സ്വാലോ അവസാനമാകുമ്പോഴേക്കും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം അവർ അറ്റാച്ച്ഡായി, അവർ അത്രമാത്രം സ്വാലോ രാജകുമാരനെ സ്നേഹിച്ചിരുന്നു. ഇനി ആ സെൻറ്റൻസുകൾ നമ്മൾ വ്യക്തമാക്കുന്ന സെൻറ്റൻസുകളാണ്. തുടക്കത്തിൽ പറയുന്നുണ്ട് ഐ എം വെയിറ്റഡ് ഫോർ ഇൻ ഈജിപ്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ഭാഗത്ത് നമുക്ക് കണ്ടാൽ അറിയാം സ്വാലോ പറയുന്നത് ഐ വിൽ സ്റ്റേ വിത്ത് യു ഫോർ ഓൾവേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ നിന്നും തന്നെ നമുക്ക് ഈ ചേഞ്ച്, സ്വാലോൻ്റെ ചേഞ്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. Whose sacrifice is greater? The princess or the swallows? ആരുടെ ത്യാഗമാണ് ഏറ്റവും വലുത്? പ്രിൻസിൻ്റെ ആണോ കുഞ്ഞിക്കിളിയുടെ ആണോ? I think the swallow's sacrifice is greater because he sacrificed his own life for a stranger. തികച്ചും അപരിചിതനായ ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാനായിട്ട് തയ്യാറായിരുന്നു നമ്മുടെ കുഞ്ഞിക്കിളി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുഞ്ഞിക്കിളിയുടെയാണ് ഏറ്റവും വലിയ ത്യാഗം എന്നാണ്. നിങ്ങൾക്ക് ഉചിതമായ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. Now let's discuss. Let's write questions. Let's write like questions നമുക്കിനി ഡിസ്കസ് ചെയ്യാം. First, question number 1. Imagine you are the reporter of a local daily of the city. Prepare a newspaper report on the pulling down of the statue of the Happy Prince. അപ്പോൾ ഈ ചോദ്യത്തിൽ നിങ്ങളോട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്താൻ, ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്താനാണ് ചോദ്യം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇമാജിൻ യു ആർ എ റിപ്പോർട്ടർ, നിങ്ങളൊരു റിപ്പോർട്ടർ ആയിരിക്കുക. ഏതെങ്കിലും ഒരു ലോക്കൽ ഡെയിലി, നിങ്ങളുടെ നഗരത്തിലുള്ള ഏതെങ്കിലും ലോക്കൽ ഡെയിലിയിലെ റിപ്പോർട്ടറാകുക. എന്നിട്ട് സ്റ്റാച്യു താഴെ ഇറക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തുടക്കം ഇവിടെ തുടർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാപ്പി പ്രിൻസ് പുൾ ഡൗൺ എന്നൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് ആൻസർ ചെയ്യാൻ നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർട്ടിലും ഇടുന്നതായിരിക്കും. ആൻസർ ഹാപ്പി പ്രിൻസ് പുൾ ഡൗൺ സ്റ്റാഫ് റിപ്പോർട്ടർ. അപ്പോൾ ഹെഡിങ് വേണം, പിന്നെ ആ കറസ്പോണ്ടൻറ്റ് ആരാണ് എഴുതുന്നത് ആളുടെ പേരും. പാരീസ് സ്ഥലം വേണം. The statue of the Happy Prince, which stood high above the city, was pulled down from its tall column yesterday evening. Many of the town councillors were present on the occasion. Thousands of people gathered to have a close look at it. The prince had lost the ruby from his sword hilt. His sapphire eyes and the golden leaves that gilded his body was also lost. It was the mayor who gave orders to pull the statue down, as it appeared very shabby. The statue had been a symbol of happiness for the town people. The town council will decide what is to be done with the statue at its next meeting. Second question. The swallow is an important character in the story. Describe the swallow in your own words. You may begin like, The swallow took shelter under the statue of the Happy Prince. കുഞ്ഞിക്കിളി ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ കുഞ്ഞിക്കിളിയുടെ സ്വഭാവം അല്ലെങ്കിൽ കുഞ്ഞിക്കിളിയെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ചോദ്യം. അപ്പോൾ തുടക്കം എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. The swallow took shelter under the statue of the Happy Prince. അങ്ങനെയാണ് ഇവർ തുടക്കം തന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ആൻസർ The swallow took shelter under the statue of the Happy Prince. അപ്പോൾ അത് ഓൾറെഡി തന്നതാണ്. He was on his way to Egypt. ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഓൺ ദ വേ ആയിരുന്നു, ആ വഴിയായിരുന്നു. A strange incident changed his whole life. ഒരു വിചിത്രമായൊരു ഇൻസിഡൻറ്റ് എന്ത് ചെയ്തു, ആ കുഞ്ഞിക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. The statue under which he took shelter started crying. എവിടെയാണോ ഒരു താവളത്തിനായിട്ട് ഇരുന്നത് ആ സ്റ്റാച്യു എന്ത് ചെയ്യാൻ തുടങ്ങി, കരയാനായിട്ട് തുടങ്ങി. To his surprise it was the Happy Prince. ആശ്ചര്യം എന്ന് പറയട്ടെ, അത് ആരായിരുന്നു? ഹാപ്പി പ്രിൻസ് ആയിരുന്നു. ഹാപ്പി പ്രിൻസുമായി കുഞ്ഞിക്കളി ചെലവഴിച്ച സമയങ്ങളിൽ ഹാപ്പി പ്രിൻസ് ഒരുപാട് അധികം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിക്കളെ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇനീഷ്യലി സ്വാലോ വാസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ഹിംസെൽഫ്. സ്വന്തം കാര്യം മാത്രം നോക്കി നിന്നിരുന്ന കുഞ്ഞിക്കളി അവസാനമാകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, സ്വന്തം ജീവൻ പോലും വെടിഞ്ഞ് മറ്റുള്ളവർക്കായിട്ട് സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന കുഞ്ഞിക്കിളിയനാണ് നമ്മൾ കാണുന്നത്. ഇനീഷ്യലി സ്വാലോ വാസ് ഓൺലി കൺസേൺഡ് അബൌട്ട് ഹിംസെൽഫ്, ബട്ട് ടുവേർഡ്സ് ദി എൻഡ് വി കുഡ് സീ ദാറ്റ് he too found the warmth of helping others. Third question. The swallow approached the match girl. Match girl ne സമീപിച്ചു. He slipped the sapphire into her hands. Sapphire കൈകളിലേക്ക് ഇട്ട് കൊടുത്തു. The girl looked at the swallow in surprise. അത്ഭുതപ്പെട്ട് swallowയെ നോക്കി. Imagine their conversation. Write it below. അവർ തമ്മിലുള്ള ഒരു സംഭാഷണം എന്തായിരിക്കുമെന്ന് ഇമാജിൻ ചെയ്തിട്ട് താഴെ എഴുതുക. Answer. Girl. Hey, swallow, stop there please. Swallow. Yes, what can I do for you? Girl. Tell me, swallow, where did you get this piece of glass? Swallow. Piece of glass?
What do you mean? It's a fire, my girl. It's the eye of the happy prince. Girl, eye of the happy prince? I can't believe it. Swallow. Well, it is. The happy prince always helps the poor, and so he has sent it for you. Girl, for me? Thank you very much. He is so kind. I shall give it to my father. Swallow. Okay, goodbye. Girl, goodbye. Dear Swallow, convey my deepest gratitude to Happy Prince. Fourth question. Winter was fast approaching. തണുപ്പുകാലം മഞ്ഞുകാലം വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ദ സ്വാലോ വാണ്ടഡ് ടു ഗോ ടു ഈജിപ്ത്. ഈജിപ്തിലേക്ക് പോകണം. ഓൾ ഹിസ് ഫ്രണ്ട്സ് വർ വെയിറ്റിംഗ് ഫോർ ഹിം ദേർ. എല്ലാ ഫ്രണ്ട്സും അവിടെ വെയിറ്റ് ചെയ്യാണ്. ബട്ട് ദ ഹാപ്പി പ്രിൻസ് wanted him to stay. പക്ഷേ ഹാപ്പി പ്രിൻസിനാണെങ്കിൽ സ്വാലോ ഇവിടെ നിൽക്കണമെന്നാണ്. ദാറ്റ് നൈറ്റ് ദ സ്വാലോ സാങ്ക് ഇൻ ടു ഡീപ് തോട്ട്. അന്ന് രാത്രി കുറേ ഇരുന്ന് ചിന്തിച്ചു. വാട്ട് കുഡ് ഹിസ് തോട്ട്സ് ബി? എന്തായിരിക്കും അവൻ്റെ ചിന്തകൾ? റൈറ്റ് ദം ഡൗൺ. അത് എഴുതി വെക്കുക. ആൻസർ. All my friends may be waiting for me. എല്ലാ ഫ്രണ്ട്സും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. I want to go to Egypt with them. എനിക്കും അവരുടെ കൂടെ ഈജിപ്തിലേക്ക് പോകണം. But I cannot leave the happy prince alone. പക്ഷെ എനിക്ക് ഹാപ്പി പ്രിൻസിനെ ഒറ്റയ്ക്കാക്കാൻ സാധിക്കില്ല. What shall I do? ഞാൻ എന്ത് ചെയ്യും? If I stay back today, I can help the prince. ഇന്ന് രാത്രി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രിൻസിനെ സഹായിക്കാം. He is very sad. ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. Besides, I want to help a small boy and his mother. മാത്രമല്ല എനിക്ക് ആ കുഞ്ഞു കുട്ടിയെയും അമ്മയും സഹായിക്കണമെന്നുണ്ട്. The boy has a severe fever. അവന് നല്ല പനിയുണ്ട്. Better to start for Egypt tomorrow itself. ഒരു കാര്യം ചെയ്യാം, നല്ലത് നാളെ നമുക്ക് ഈജിപ്തിലേക്ക് പോകാം. Then the prince will be happy and the boy's life will be saved. അപ്പോൾ പ്രിൻസിനും സന്തോഷവും ആ കുട്ടിയുടെ ജീവനും രക്ഷപ്പെടും. I shall stay with the prince one more night. ഞാൻ ഒരു രാത്രി കൂടി പ്രിൻസിന്റെ കൂടെ നിൽക്കാം. Now fifth question. The mayor decided to remove the statue of the happy prince. മേയർ ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു നീക്കം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. Do you agree to this decision? ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? Write a letter to the mayor stating your opinion. മേയറിന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് എഴുതാനാണ്. ആൻസർ. ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോർമാറ്റ് ആണ്. ആദ്യം ഫ്രം അഡ്രസ്സ്, ദെൻ ഡേറ്റ്, ദെൻ ടു അഡ്രസ്സ്. ഇവിടെ നമ്മുടെ അഡ്രസ്സ് എഴുതാം. അതിനുശേഷം ഡേറ്റ് ഇട്ടു. അതിനുശേഷം മേയറിൻ്റെ അഡ്രസ്സ്, മേയർ സിറ്റി സ്ക്വയർ ലണ്ടൻ. അതിനുശേഷം സബ്ജക്റ്റ് എഴുതണം. ഇത് ഫോർമൽ ലെറ്ററിലായതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എഴുതണം. എലിഗേഷൻ അഗെയിൻസ്റ്റ് പുള്ളിംഗ് ഡൗൺ ദി സ്റ്റാച്യു ഓഫ് ഹാപ്പി പ്രിൻസ് നമ്മളൊരു സബ്ജക്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം സല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് മേയർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതിനുശേഷം നമ്മുടെ കണ്ടന്റ് എഴുതുന്നു. അവസാനം സബ്സ്ക്രിപ്ഷനും സൈനും. യു ആർ സിൻസിയർലി, പേര്, ഒപ്പ്. ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കോൺവെർസേഷൻ എഴുതിനെ കുറിച്ചുള്ള ടിപ്സും എല്ലാം നമ്മൾ മറ്റൊരു വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ. 6th and the last question. Some people in the city decided to prepare a notice. ഒരു നോട്ടീസ് തയ്യാറാക്കാനായിട്ട് ആ നഗരത്തിലെ ആൾക്കാർ തീരുമാനിച്ചു. To be put up against the removal of the statue. സ്റ്റാച്യു മാറ്റുന്നതിന്, പ്രതിമ മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഒരു നോട്ടീസ് ഇടാൻ തീരുമാനിച്ചു. Prepare the likely notice. ഒരു നോട്ടീസ് തയ്യാറാക്കാൻ. നോട്ടീസ് എഴുതുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ കാണിച്ചിട്ടുള്ളതുപോലെ ഒരു ബോക്സിലായിരിക്കണം എഴുതേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആരാണോ നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഏറ്റവും ടോപ്പിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ നല്ലത് എഴുതിയിരിക്കണം. അതിനുശേഷം നോട്ടീസ് എന്ന് എഴുതിയിരിക്കണം. ആ നോട്ടീസിൽ നമ്മൾ എഴുതുന്ന ഉത്തരത്തിൽ നോട്ടീസ് എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കണം. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിങ് ആണ്. ഇവിടെ ജസ്റ്റിസ് ഫോർ ഹാപ്പി പ്രിൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ എന്താണ് ടോപ്പിക്, എന്താണ് ചോദ്യം, അതിനനുസരിച്ച് ഒരു ഹെഡിങ് കൊടുക്കണം. അതും നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട്. അതിങ്ങനെ വളരെ വലിയ ഹെഡിങ് കൊടുക്കാൻ പാടില്ല. മാക്സിമം ഒരു 3 or 4 വേർഡ്സിലോ അല്ലെങ്കിൽ 2-3 വേർഡ്സിൽ ഒതുങ്ങുന്ന രീതിയിൽ വളരെ ചെറിയ ഷോർട്ടും ക്രിപ്സുമായിട്ടുള്ള, എന്നാൽ ആ എന്താണ് നോട്ടീസ് എന്ന് ഒരു ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം ഹെഡിങ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡേറ്റ് ഇടണം എന്നുള്ളത്. ഡേറ്റ് ഇടുക. അതിനുശേഷം നമ്മൾ എന്താണ് മറ്റുള്ളവർ അറിയിക്കാനുള്ളത് അതാണ് നമ്മൾ കണ്ടന്റിന്റെ ഭാഗത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദിസ് ഇസ് ടു ഇൻഫോം ദി പീപ്പിൾ ഓഫ് സിറ്റി സ്ക്വയർ. സിറ്റി സ്ക്വയറിലെ പീപ്പിൾ ജനങ്ങളെ അറിയിക്കുന്നതിനായിട്ട് ദാറ്റ് മേയർ ഹാസ് ഡിസൈഡഡ് ടു പുൾ ഡൗൺ ദി സ്റ്റാച്യു ഓഫ് ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു താഴെ ഇറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. Henceforth, there will be a protest march in the city square on 20th February 2020. അതുകൊണ്ട് 20-ാം തീയതി at 10 AM 10 മണിക്ക് നമ്മൾ സിറ്റി സ്ക്വയറിൽ എന്തുണ്ട്, ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തുന്നുണ്ട്. ഓൾ ആർ വെൽക്കം, എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഇങ്ങനെ കണ്ടന്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതിയതിനു ശേഷം താഴെ
ആരാണോ ഇതിപ്പോൾ ഓർഗനൈസ് ചെയ്യണേ ആ ആളുടെ പേര്, ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. സിറ്റി സ്ക്വയർ റെസിഡൻസ് അസോസിയേഷൻ, ഏതാണ് അസോസിയേഷൻ, അല്ലെങ്കിൽ ആര് പ്രതിനിധീകരിച്ചാണ്, ആരാണ് ഈ ലെറ്റർ അല്ലെങ്കിൽ ഈ നോട്ടീസ് ഇടുന്നത്, അവരുടെ പേരും അത് അവരുടെ സ്ഥാനവുമാണ് നമ്മളവിടെ എഴുതേണ്ടത്. നോട്ടീസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് വളരെ നീറ്റായിട്ട് എഴുതി വെക്കണം. 10ാം ക്ലാസ് വരെ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.